എല്ലാവരുടെയും വോട്ടിന് ഒരേ വിലയാണ്. പക്ഷേ ചിലരുടെ വാക്കുകൾക്ക് 100 വോട്ടെങ്കിലും കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ടാണ് പിന്തുണ ഉറപ്പിക്കാൻ പാർട്ടികൾ സാംസ്കാരിക നായകരെ അന്വേഷിച്ചു പോകുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂരിന് പിന്തുണ പ്രഖ്യാപിച്ച് 125 എഴുത്തുകാരെയാണ് അണിനിരത്തിയത്. നമ്മുടെ ടി പത്മനാഭനും ഉണ്ടായിരുന്നു. ജനപ്രതിനിധി എന്നതിലുപരി എഴുത്തുകാരനായും പ്രശസ്തി നേടിയ വ്യക്തി എന്ന നിലയ്ക്കാണ് ശശി തരൂരിന് വേണ്ടി സാഹിത്യകാരന്മാർ ഒത്തുകൂടിയത്. വളരെ മുതിർന്ന സാഹിത്യകാരന്മാർ മുതൽ കോളേജ് വിദ്യാർത്ഥികളായ എഴുത്തുകാർ വരെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തി. പാർലമെന്റ് വിഷയങ്ങളിലും ജനങ്ങളുടെ പ്രശ്നങ്ങളിലും ഒരുപോലെ ഇടപെടാൻ കഴിയുന്ന ആളാകണം ജനപ്രതിനിധിയെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത ടി പത്മനാഭൻ പറഞ്ഞു. തള്ളേണ്ടതാണെങ്കിൽ തള്ളുവാൻ, കൊള്ളേണ്ടതാണെങ്കിൽ കൊള്ളുവാൻ സാമാജികരെ നിർബന്ധിക്കുന്ന തൻ്റെ വാക്പാടവം കൊണ്ടും യുക്തിചാതുരി കൊണ്ടും ആക്കുവാൻ വേണ്ടിയാണ് ഒരു ജനപ്രതിനിധി അസംബ്ലിയിലേക്കോ അല്ലെങ്കിൽ പാർലമെന്റിലേക്കോ പോകുന്നത്. അല്ലാതെ അവിടെ പോയി ഗുസ്തി പിടിക്കുവാനല്ല. അവശതകളുണ്ടെങ്കിലും പെരുമ്പടവും ശ്രീധരനും ശശി തരൂരിന് വേണ്ടി വേദിയിലെത്തി. ശ്രീ ശശി തരൂർ നമുക്കേറെ പ്രിയപ്പെട്ട ഒരാളാണ്. പലതരത്തിലാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിമഹത്വം നമ്മൾ ആകർഷിക്കുന്നത്. അനുഗ്രഹീതനായ ഒരു എഴുത്തുകാരൻ, അനുഗ്രഹീതനായ ഒരു സാംസ്കാരിക നായകൻ, അനുഗ്രഹീതനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ നിലകളിൽ അദ്ദേഹം നമ്മുടെ സ്നേഹാദരങ്ങൾ ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു. എഴുത്തുകാരുടെ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞ തരൂർ BJP സർക്കാർ തിരിച്ചുവരാൻ പോകുന്നില്ലെന്ന് പ്രതികരിച്ചു. ഒരു സംശയവും വേണ്ട, ഈ BJP സർക്കാർ തിരിച്ചു വരാൻ പോകുന്നില്ല. അതിനാണ് ഞങ്ങൾ എല്ലാവരും ബാധിക്കുന്നത്. അതിനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. തിരുവനന്തപുരം നെഹ്റു സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ എഴുത്തുകാരുടെ പുസ്തക പ്രകാശനവും നടന്നു. 24 തിരുവനന്തപുരം. അബ്ദുള്ള സീറ്റ് ചങ്കിക്കൊള്ളുന്നൊരു ചോദ്യം ചോദിക്കുന്നു. വിജയകുമാർ ഒന്ന് ശരിയായി നിന്നു. ബി പ്രിപ്പയർഡ്. 24ന്റെ MD ആയി നാളെ വനിതകളെ നിയമിക്കും SK. അത് എത്രയോ കമ്പനികളുടെ മാനേജിംഗ് ഡയറക്ടറായി വനിതകൾ. അതിലൊന്നും തടയാനൊന്നും ആർക്കും പറ്റില്ല. നിങ്ങൾക്ക് നാളെ ഒരു കമ്പനി ഒരു വനിതയ്ക്ക് ഉണ്ടാക്കണമെങ്കിൽ 2 പേരുണ്ടെങ്കിൽ ഒരു കമ്പനി തുടങ്ങാം, അതിന്റെ ഒരു MD ആവുകയും ചെയ്യാം. അല്ലേ? അത് 24 തന്നെ വേണമെന്ന്. അതൊരു മാനേജ്മെന്റ് ഡിസിഷൻ ആണല്ലോ. അതെ, അതൊരു മാനേജ്മെന്റ് ഡിസിഷൻ, ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനമാണ്. പിന്നെ ഉള്ളവന്റെ പള്ളി കളഞ്ഞ് വേണോ ഇതൊക്കെ ചെയ്യാൻ എന്നൊരു ചോദ്യമുണ്ട്.